നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ബിഗിനേഴ്സ് ബോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹുവാവയുടെ ഒരു ട്രൈപോഡ് സെൽഫി സ്റ്റിക്ക് ആണ്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ആസ് യൂഷ്വൽ കുറച്ച് ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും. എല്ലാ ഡിവൈസിലും ഉള്ള പോലെ തന്നെയാണ് ഇതിൽ നമുക്ക് കാണുന്നത്. ഒരു ഫ്രണ്ടിൽ നമുക്കൊരു ഫോട്ടോയും കാണാൻ സാധിക്കും. എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ അതിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് കളയാം. അപ്പം ഞാൻ തുറക്കുമ്പോൾ ഓക്കെ തുറന്നു. ഓക്കെ ഇതാ വരുന്നു നമ്മുടെ വാട്ട്സ് എ ബിഗ് തിങ്. യെസ്, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങിനുള്ളിൽ നമുക്കൊരു ട്രൈപോഡ് സെൽഫി സ്റ്റിക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത് ഞാൻ മെല്ലെ ഒന്ന് പുറത്തെടുക്കുകയാണ്. അപ്പം യെസ്, ഇത് തൊടുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ഹാൻഡി ടച്ചാണ്. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് കുറച്ച് യൂസർ ഗൈഡ് കിട്ടുന്നുണ്ട്. അത് അറബിയിലും ഇംഗ്ലീഷിലുമാണ്. നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും ട്രൈപോഡ് സെൽഫി സ്റ്റിക്ക് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സേഫ്റ്റി ഇൻഫർമേഷൻസ് അത് നമുക്ക് വെക്കാം. നമുക്ക് നമ്മുടെ ആക്സസറി നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു സെൻട്രലായിട്ട് ഒരു ക്യാച്ചി ക്യാമറ സിമ്പിൾ ലഭിക്കുന്നുണ്ട്. അതായിരിക്കും ക്യാപ്ചർ ബട്ടൺ. യെസ്, ഒരു ഗ്രീൻ ലൈറ്റിൽ നിങ്ങൾക്ക് ആ ക്യാച്ചി ക്യാമറ സിമ്പിൾ കാണാൻ സാധിക്കും. അപ്പം നമ്മൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയുന്ന പോലെ ഹുവാവൈ ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ഗാഡ്ജറ്റ് വേൾഡിൽ ആപ്പിളും സാംസങ്ങും കൂടെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഹുവാവൈ. അപ്പം അവർ ഡെയിലി കൂടുതൽ പ്രോജക്ട്സും കൊണ്ടുമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാണ്. ബ്ലൂടൂത്ത് വഴിയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പം ബ്ലൂടൂത്ത് നിങ്ങൾ ഈ ഡിവൈസ് യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ പ്രാവശ്യം അത് കണക്റ്റ് ആവില്ല. കാരണം അതിൻ്റെ ബ്ലൂടൂത്ത് സ്ട്രെങ്ത്ത് കുറവായത് കൊണ്ടാണ്. അങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിനൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഒന്നും കൂടെ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് കണക്റ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പം നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ്. അപ്പം യെസ്, ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഹോണർ 9 ലൈറ്റ്. ഇത് ഞാനിതിലൊന്ന് വെക്കട്ടെ. യെസ്, പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു ഉറപ്പ് തരാം. നിങ്ങളുടെ ഡിവൈസ് ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവില്ല. അതായത് ഗ്രിപ്പ് തെറ്റി താഴെ വീഴില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബർ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നല്ലൊരു ഗ്രിപ്പാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻഡ് യെസ്, ഞാൻ ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആ സിമ്പല് ക്ലിക്ക് ചെയ്താൽ ഉടനെ നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ആവുന്നതായിരിക്കും. പിന്നെ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സിമ്പല് നിങ്ങൾക്ക് അതിൽ നിന്നും ഇജക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇജക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിമോട്ട് പോലെ, അതായത് നമ്മുടെ സാംസങ് ഗാലക്സി നോട്ട് 9 റിമോട്ട് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മുടെ ട്രൈപോഡാണ്. ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഇതൊരു ഹെൽപ്ഫുൾ ഐറ്റമാണ്. കാരണം നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് സ്വയം സെൽഫ് പ്ലേ ആൻഡ് പോസ് നടത്താൻ സാധിക്കും. അപ്പോൾ ഇതിലിങ്ങനെ വെച്ചിട്ട് ആ സിമ്പൽ, അതായത് ആ ക്യാച്ച് സിമ്പൽ, അല്ലെങ്കിൽ അതിനെ ഇജക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിമോട്ട് പോലെ അതിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് വീഡിയോ റെക്കോർഡും ആവും. അതേപോലെ തന്നെ നിങ്ങൾക്കത് ഷൂട്ട് ചെയ്യാനും സാധിക്കും. പിന്നെ ഇതൊരു ഫൈബ്രസ് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഐറ്റം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഉണ്ടാവും. ഗുഡ് ബൈ.